നമസ്കാരം. ഇന്ന് കുറച്ച് തുരുമ്പെടുത്ത ഡംബൽസിനെ തുരുമ്പ് കളയാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുകയാണ് കേട്ടോ. ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ഒരു സയൻസ് പ്രതിഭാസം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതല്ലേ കുറച്ച് ഇത് നമ്മളിവിടുത്തെ കമ്പനിയിലെ ജിമ്മാണ്. കുറേ ഡംബൽസ് ഉണ്ട് തുരുമ്പെടുത്ത. കുറച്ച് പഴയതാണ്, 10-12 വർഷം പഴയതാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒന്ന് റിന്യൂ ആക്കിയെടുത്ത് പുതിയതാക്കി എടുക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതൊരു ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിട്ട് ഇതിൻ്റെ തുരുമ്പ് പോയി നമുക്ക് പെയിൻ്റ് അടിക്കാൻ പാകത്തിന് കിട്ടും. ഇത് കാസ്റ്റ് അയണാണ്. എന്തായാലും ഞാൻ ചെയ്ത് നോക്കാം. ഞാനിവിടെ കുറച്ച് ഓയിലിൻ്റെ 2 ബോക്സ് എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇതെല്ലാം ഒഴിച്ച് വയ്ക്കാനും അതിലോട്ട് ഇത് മുക്കിയിടാനായിട്ട് നമുക്കൊരു കണ്ടെയ്നർ വേണമല്ലോ. അപ്പോൾ ആ കണ്ടെയ്നറായിട്ട് ഞാൻ ഈ ഒരു ടിൻ എടുക്കുന്നുണ്ട്. ഇതിലിങ്ങനെ ഒരു സ്ക്വയർ കട്ട് ചെയ്ത് നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റണം ഓപ്പണിന് വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ മറിച്ച് വെച്ച് കട്ട് ചെയ്യുന്നതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഏരിയ കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി നമുക്കിതിനകത്ത് വെള്ളം നിറയ്ക്കണം. ഇലക്ട്രോഡ് ആനോടും കാതോടും ഒക്കെ കൊടുക്കാനുള്ള സെറ്റപ്പുകളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ സെറ്റപ്പ്. കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനൊരു 12 വോൾട്ട് പവർ സപ്ലൈ ആണ്. ഇതിന് 7 ആമ്പിയർ വരെ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഞാനൊരു കോപ്പർ റാഡിൽ ഈ നമ്മളെ കാതോട്, അതായത് നെഗറ്റീവ് കൊടുക്കാനുള്ള, നമുക്കിത് തൂക്കിയിടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിലൊക്കെ ഉള്ളത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ആയാലും മതി. എനിക്ക് ബേക്കിംഗ് പൗഡറാണ് കിട്ടിയത്. ഇതിങ്ങനെയാണ് ഇതിനകത്ത് ഇറക്കി വെക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ആനോട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ഇരുമ്പ് പൈപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. ഈ കറുത്ത വയറാണ് കാതോട്. നമുക്ക് ബോഡിയിൽ കൊടുത്തിരിക്കുന്ന ആ സ്ക്വയർ പൈപ്പാണ് ആനോട്. അപ്പോൾ ഈ കോപ്പർ വയറിൽ ഞാൻ നേരത്തെ കാണിച്ചില്ല, അതിൽ ഞാൻ ഇത് കണക്ക് ഈ തുരുമ്പെടുത്ത ഡംബൽസ് എല്ലാം നിറച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കണ്ടെയ്നറിലോട്ട് വെള്ളം നിറയ്ക്കണം. 2 കണ്ടെയ്നറിലും ഏകദേശം ടോപ്പ് ഈ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം നിറയ്ക്കണം. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ആയാലും മതി കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഞാൻ ഉപ്പിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉപ്പിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആവുന്നുണ്ട്. പക്ഷേ റിയാക്ഷൻ നടക്കുന്നില്ല. കണ്ടക്ടിവിറ്റി ഒരുപാട് കൂടുന്നുണ്ട്, പക്ഷേ റിയാക്ഷൻ നടക്കുന്നില്ല. അതായത് തുരുമ്പിളകുന്നത് നടക്കുന്നില്ല, പക്ഷേ എന്നാൽ ആംബിയർ കൂടുതൽ എടുക്കുന്നതുമുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലെല്ലാം ഇതിലോട്ട് മുക്കി വയ്ക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഞാൻ മറ്റുള്ള യൂട്യൂബ് ചാനലൊക്കെ കണ്ടപ്പോൾ അവരൊരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ ചെയ്യുമ്പോൾ തന്നെ തുരുമ്പ് ഓണായിട്ട് കണ്ടിട്ടുണ്ട്. എന്തായാലും ഞാനത് മുക്കി വെച്ചു. ഏകദേശം 3 ആമ്പിയർ എടുക്കുന്നുണ്ട്. 12 വോൾട്ട് സപ്ലൈ ആണ്. കണ്ടില്ലേ, പതയൊക്കെ വരുന്നുണ്ട് അവിടെ നിന്ന്. എന്തൊക്കെയോ റിയാക്ഷൻ നടക്കുന്നുണ്ട്. നോക്കാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കണ്ടത്. കണ്ടില്ലേ, തുരുമ്പൊക്കെ കുറച്ച് ഇളകിയിട്ടുണ്ട്. അല്ലാതെ 10-15 മിനിറ്റിലൊന്നും നടക്കില്ല. അത് അവർ പല യൂട്യൂബിൽ കാണിക്കുന്നത് 6 വോൾട്ട് 1 ആമ്പിയറിലൊക്കെയാണ് നടക്കുന്നതായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് 1 മണിക്കൂറിലൊക്കെ. അത് എന്തായാലും ഞാൻ ചെയ്തപ്പോൾ 1 മണിക്കൂറിൽ എനിക്ക് റിസൾട്ടൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. ഇത് ഏകദേശം 4 മണിക്കൂറോളം കണ്ടിന്യൂസ് വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത്. കണ്ടില്ലേ, റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഏകദേശം 4 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമുക്ക് പുറത്തെടുത്ത് നോക്കാം. ഞാനതൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ പുറത്തെടുക്കുന്നത്. ഏകദേശം നല്ല ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിയും സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും തുരുമ്പെല്ലാം ഇളകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഡയറക്റ്റ് എല്ലാം ക്ലീൻ ചെയ്ത് കിട്ടില്ലല്ലോ. എന്തായാലും ആദ്യം ഇരുന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതിനെക്കാട്ടും ഇത് എന്തുമാത്രം വ്യത്യാസമുണ്ട് ഇപ്പോഴും. ഇനി നമുക്കിതിനെ ഒരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനത് വയർ ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം പെയിൻ്റ് അടിക്കണമല്ലോ. വെള്ളം വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. ക്ലീനിങ് ഒരുപാട് സമയമൊന്നും എടുത്തില്ല. ഒരു പീസിൽ ഒരു 5 മിനിറ്റ് അത്രയും ക്ലീനിങ് ചെയ്തത്. കാരണം എല്ലാം തുരുമ്പ് ഇളവി ഇരിക്കുന്നുണ്ട്. അതിനെ ജസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മതി. ക്ലീൻ ചെയ്ത് കളഞ്ഞ് വെള്ളത്തിലുണ്ടോ തുടച്ചെടുത്തപ്പോൾ കണ്ടില്ലേ, കണ്ടോ നേരത്തെ എങ്ങനെ ഇരുന്നതിൻ്റെ തുരുമ്പെല്ലാം പോയി. കറുത്ത കളറെന്നുള്ള പറയുന്നത് ഇരുമ്പ് പഴയതായതാണ്. തുരുമ്പെല്ലാം ഇളകി പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ പെയിൻ്റ് അടിക്കണം. കണ്ടില്ലേ, ഇതൊരു 2 കിലോയുടെ വെയിറ്റാണ്. ഞാനിപ്പോൾ ഇതിൽ ബ്ലാക്ക് സ്പ്രേ പെയിൻ്റാണ്. ബ്ലാക്കും ബ്ലൂവും ഒക്കെ അടിക്കുന്നുണ്ട്. പല വെയിറ്റിനനുസരിച്ച് കളർ മാറ്റി ഞാൻ അടിക്കുന്നുണ്ട്. സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. ഒരു 5 മിനിറ്റിലത് ഉണങ്ങും. പെട്ടെന്ന് ഇളകി പോകത്തുമില്ല അല്ലേ. ഇതാണ് സംഭവം. പെയിൻ്റ് അടിച്ച് കിടുവായിട്ടുണ്ട്, കളറായിട്ടുണ്ട് അല്ലേ.
നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടിയും വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു ഞാൻ ഡാർക്ക് ബ്ലൂ കളർ അടിച്ചതാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മെനക്കെടണം, എന്നാലും സംഭവം തുരുമ്പെല്ലാം പോയി വൃത്തിയായിട്ടുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇലക്ട്രോളിസിസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതൊരു 2 കിലോയിൽ ചുവന്ന പെയിൻ്റ് അടിച്ചതാണ്. വെയിറ്റ് അനുസരിച്ച് ഞാൻ കളർ മാറ്റി അടിച്ചിട്ടുണ്ട്. ചുവപ്പ് അടിച്ചിട്ടുണ്ട്, ബ്ലൂ അടിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു കളർഫുൾ ആയിക്കോട്ടെ. ഉണ്ടല്ലേ, അതിന് ഞാൻ ഇതിനിടയ്ക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഡംബൽസ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കണ്ടില്ലേ, പല വെയിറ്റിനനുസരിച്ച് 5 കിലോ, 2.5 കിലോ, 2 കിലോ, 1.25 കിലോ, ചെറിയ വെയിറ്റൊക്കെ എല്ലാം ഞാൻ ബ്ലാക്ക് കളറാണ് അടിച്ചത്. കണ്ടില്ലേ, സംഭവം എന്തായാലും പൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എല്ലാം നല്ല തുരുമ്പെല്ലാം പോയി വൃത്തിയായി പെയിൻ്റ് അടിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഞാനൊരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റാൻഡ് ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. കാരണം തറയിലിട്ട് കഴിഞ്ഞാൽ ഇത് തുരുമ്പെടുക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ തറയിട്ട് കഴിഞ്ഞാൽ തുരുമ്പെടുക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി അതിൽ വെച്ചിട്ടുണ്ട്. ഇതാണപ്പോൾ നമ്മളെ റിസൾട്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എന്തായാലും വളരെ നന്ദിയുണ്ട്. നിങ്ങളെന്തായാലും ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാവർക്കും താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണാം.